ചേട്ടോ, ഞാൻ പാറ കാണാൻ വന്നപ്പോൾ മറ്റൊരു പ്രത്യേകത ഉണ്ട്. ഈ വീട്ടിൽ ഒരുപാട് ടോയ്സുകൾ ഇരിക്കുന്നുണ്ട്. ഇതെല്ലാം ആരുടെയാ ചേട്ടാ? ഈ ടോയ്സ് എല്ലാം എൻ്റെ ഒരു മോളുണ്ട്. മോളെ ആദ്യകാലം മുതൽ വാങ്ങിക്കൊടുത്താണ്. ഒന്നും നശിപ്പിക്കാതെ ഇങ്ങനെ സൂക്ഷിച്ച് അവൾ വെച്ചിരുന്നത്. അതിനെ ഷോക്കേസ് ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ അകത്ത് വെച്ചിരിക്കുക. ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ സാധനങ്ങളും കൊടുത്ത് അതിൻ്റെ അകത്തുണ്ട്. മോൾക്ക് എത്ര വയസ്സുണ്ട്? മോൾക്ക് ഇപ്പം 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുമോ? ഇപ്പം എന്തായാലും ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല മിക്ക വീടുകളിലും. എല്ലാവരും കുഞ്ഞുങ്ങളെ പൊട്ടിച്ചു കളയുന്ന നമ്മൾ വാങ്ങിച്ചു കൊടുത്താൽ ആ നിമിഷം പൊട്ടിച്ചു കളയും. ഇതൊന്നും കളഞ്ഞിട്ടില്ല. കൊച്ചിലെ തൊട്ട് കൊച്ചു പ്രായത്തിൽ തൊട്ട് വാങ്ങിക്കൊടുത്ത എല്ലാം അതിൻ്റെ അകത്തുണ്ടാവും. അവിടെ വെച്ചിട്ട് ഒരു സേവിങ്സ് ഉണ്ടല്ലേ? സേവിങ്സ് ആണ്. ഇപ്പം കിട്ടത്തില്ല. എല്ലാം പിന്നെ അവിടെ സൂക്ഷിച്ചു വെച്ചിരുന്നു. 1-2 ദിവസം ഒന്ന് കളിക്കും, എന്നിട്ട് അത് സൂക്ഷിച്ചു വെച്ചിരുന്നതാണ്. അതിന് നമുക്ക് പിന്നെ വാങ്ങിച്ചു കൊടുക്കാവുന്ന അതിനകത്തുള്ളതും എല്ലാം അവിടെ സാധനങ്ങളാണ്. ഇതെല്ലാം അത് തന്നെ അല്ലേ? മേളിലിരിക്കുന്ന എല്ലാ ടോയ്കളും അവൾക്ക് വാങ്ങി കൊടുത്താണ്. വാശി പിടിക്കാറുണ്ടോ ഇങ്ങനെ? പക്ഷേ ഇപ്പോഴവള് സൂക്ഷിക്കുന്നുണ്ട്. ആരെങ്കിലും വന്നാൽ, കുഞ്ഞുങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വേണമെന്ന് പറഞ്ഞാൽ കഴിവതും അവള് അതിനെ സൂക്ഷിച്ച് വെച്ചേക്കും. എടുത്തുനിന്ന് കൊടുത്തേച്ച് തിരിച്ചത് വെക്കും. കാര്യം കൊണ്ടുപോയി കഴിഞ്ഞാൽ കഴിഞ്ഞില്ല. അതിൻ്റെ ആ ഇത് കഴിഞ്ഞു. പലരും വന്ന് കഴിയുമ്പോൾ അതങ്ങ് ഇല്ലാതായി പോകും. ഓരോ പ്രാവശ്യം ഓരോ മോഡലല്ലേ, പിന്നെ അത് വരത്തില്ലല്ലോ. ഇതൊക്കെ ആരുടെ? ഇത് ഞാൻ സൗദിയിലായിരുന്നപ്പം കിട്ടിയ ഓരോ കമ്പനിയുടെയും ഒക്കെ മോൻ്റെ വിള. അപ്പം എന്തായാലും വളരെ സന്തോഷം. മോക്കെടുത്ത് ഞങ്ങളുടെ അന്വേഷണം പറയുക. തീർച്ചയായിട്ടും, താങ്ക് യു. ഇതുപോലുള്ള അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും സൂക്ഷിച്ചിരിക്കുന്ന ഒരു മൈൻഡ്, അതാണ് നമ്മളെ ഭാവിയിലേക്ക് ഒരു സേവിങ്സിലേക്ക് മാറ്റുന്നത്. തീർച്ചയായിട്ടും അല്ലേ? കുട്ടികൾക്ക് അതൊരു കറക്റ്റ്. അപ്പം എന്തായാലും ഓക്കെ, താങ്ക് യു. ഓക്കെ, ബൈ.